بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, സൂറത്തു തൗബയുടെ തഫ്സീറിൽ 60-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ആദ്യം വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ 12 عَيْنًا قَدْ عَلِمَ كُلُّ أُنَاسٍ مَشْرَبَهُمْ كُلُوا وَاشْرَبُوا مِنْ رِزْقِ اللَّهِ وَلَا تَعْثَوْا فِي الْأَرْضِ مُفْسِدِينَ وَإِذِ اسْتَسْقَى മൂസ നബി അലൈഹിസ്സലാം വെള്ളത്തിനു വേണ്ടി തേടിയപ്പോൾ ലിഖൗമിഹി മൂസ നബിയുടെ ജനതയ്ക്ക് വേണ്ടി ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു ഇദ്രിബ് ബിഅസാകൽ ഹജർ താങ്കളുടെ വടി കൊണ്ട് കല്ലിനടിക്കുക. ഫംഫജറത് മിൻഹു അപ്പോൾ കല്ലിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 12 ഐന 12 അരുവികൾ. ഖദ് അലിമ കുല്ലു ഉനാസിൻ ഓരോരുത്തരും അറിഞ്ഞു മനസ്സിലാക്കി മശ്റബഹും അവരുടെ കുടിക്കാനുള്ള ഇടവും സമയവും. കുലു വശ്റബൂ മിൻ റിസ്ഖില്ലാഹ് അല്ലാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പക്കാരായി നടക്കരുത്. നോക്കൂ, ഈ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്രായേല്യർക്ക് നൽകിയ മറ്റൊരു വലിയ അനുഗ്രഹവും അത്ഭുതവും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണത്? വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി ഇസ്തിസ്ഖാ നടത്തി. എന്താണ് ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ? സുഖിയ എന്നാൽ വെള്ളം, പാനീയം, കുടിക്കാനുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇസ്തസ്ഖാ എന്നാൽ അതിനു തേടി, വെള്ളത്തിന് തേടി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് എന്തു പറയുന്നത്? സലാത്തു അൽ ഇസ്തിസ്ഖാ, വെള്ളത്തിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, സലാത്തുൽ ഇസ്തിസ്ഖാ. മൂസ അലൈഹിസ്സലാം അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി, മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിൻ്റെ നബിമാരുടെ സുന്നത്താണ്, അവരുടെ നടപടിക്രമമാണ് അള്ളാഹുവിനോട് വെള്ളത്തിനു വേണ്ടി തേടുക എന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മത്തിനു വേണ്ടി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു: നബിയെ, മഴയില്ല, വെള്ളമില്ലാതെ കാലികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, കൃഷിയെല്ലാം ഇല്ലാതായിപ്പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ ഉയർത്തി, മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മിമ്പറിൽ ഇമാമും തുടർന്ന് മഅ്മൂമുകളും ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നവരും ദുആയിൽ കൈ ഉയർത്തേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാണ്, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇമാം ദുആ ചെയ്തുകൊണ്ടിരിക്കവേ ഇമാമോ അല്ലെങ്കിൽ മഅ്മൂമുകളോ കൈ ഉയർത്തി ദുആ ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുള്ള കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിട്ടുണ്ട്. പൊതുവെ ദുആയിൽ കൈകൾ ഉയർത്തുക എന്നത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ കാരണമാകുന്ന ഒരു കാരണമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീം യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ നിങ്ങളുടെ റബ്ബ് ഏറെ ഉദാരനും ലജ്ജയുള്ളവനുമാണ്. ഒരടിമ അള്ളാഹുലേക്ക് ഇരു കൈകൾ ഉയർത്തിയാൽ അള്ളാഹു അത് കൊടുക്കാതെ മടക്കാൻ ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുആഇൻ്റെ അദബുകളിൽപ്പെട്ടതാണ് കൈകൾ ഉയർത്തുക എന്നത്.
കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്ന്. പക്ഷേ എവിടെ കൈ ഉയർത്തണം, എവിടെ കൈ ഉയർത്തേണ്ടതില്ല എന്ന് ചോദിച്ചാൽ പൊതുവെ ദുആകളിൽ കൈ ഉയർത്താം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഇൻ്റെ രൂപം ഹദീസുകളിൽ റിവായത്തായി വരികയും നബി ദുആ ചെയ്തതായി ഹദീസുകളിൽ വന്നു. പക്ഷേ എവിടെയും അവിടുന്ന് കൈകൾ ഉയർത്തിയിട്ടില്ല, കൈകൾ ഉയർത്തിയതായി വന്നിട്ടില്ല എങ്കിൽ അവിടെ കൈ ഉയർത്താതിരിക്കുക എന്നതാണ് രീതി. അതിൽപ്പെട്ടതാണിത്. ജുമഅയുടെ ഖുതുബയിൽ ഇമാം കൈകൾ ഉയർത്തിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയതായി വന്നിട്ടില്ല. ചില സന്ദർഭങ്ങളിലാകട്ടെ ഉയർത്തിയതായി തന്നെ ഹദീസുകളിൽ വന്നത് കാണാം, മഴയ്ക്ക് വേണ്ടി തേടിയതുപോലെ. അവിടെ നമ്മൾ ദുആ ചെയ്യുക. ഇതല്ലാതെ ഒന്നും വന്നിട്ടില്ലാത്ത സാധാരണ നമ്മൾ ദുആ ചെയ്യുന്ന സന്ദർഭങ്ങൾ അവിടെ ഇരു കൈകൾ ഉയർത്താം എന്നതാണ് രീതി. ഞാൻ പറഞ്ഞു വന്നത് ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അത് പലതവണ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സംഭവം എല്ലാവരും ഒരുപാട് ആളുകൾ സാക്ഷിയാകുന്ന സന്ദർഭമാണ്. പക്ഷെ എന്നിട്ടൊന്നും കൈകൾ ഉയർത്തിയതായി വന്നിട്ടില്ല. അവിടെ കൈ ഉയർത്താതിരിക്കുക. അതിലൊന്നാണിത്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ, അതുപോലെ മഅ്മൂമുകൾ അത് കേട്ടുകൊണ്ടിരിക്കെ, എന്നാൽ കൈകൾ ഉയർത്തിയത് വന്നതുണ്ട്, അവിടെ കൈകൾ ഉയർത്തണം, സംശയമില്ല. അതല്ലാത്ത പൊതുവെയുള്ള ദുആകളിൽ കൈകൾ ഉയർത്തുക എന്നത് നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ദുആ ചെയ്തു. സഹാബത്ത് പറയുകയാണ്, ഒരു മേഘവും ആകാശത്തില്ലായിരുന്നു, പക്ഷേ മേഘം വന്നുകൂടി മഴ പെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടി നനഞ്ഞിട്ടാണ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയത്. സഹാബത്തിലെല്ലാം വെള്ളത്തിലാണ് വീട്ടിലേക്ക് പോയത് എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പിന്നീട് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് ക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ സഹീഹുൽ ബുഖാരിയിൽ കാണാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി. ഉമർ എന്ത് ചെയ്തു? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് ഇമാമായി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ നിർത്തിച്ചു എന്നാണ്. അബ്ബാസ് സാലിഹായ സഹാബിമാരിൽ ഒരാളാണ്, കൂടാതെ നബി കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധു കൂടിയാണ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സഹാബിയാണ്. എന്നിട്ട് ഉമർ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്ന കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. അള്ളാഹുവെ, ഞങ്ങൾ നിൻ്റെ നബിയെക്കൊണ്ട് തവസ്സുലാക്കാറുണ്ടായിരുന്നു, നബിയോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യിക്കാറുണ്ടായിരുന്നു. നീ ഞങ്ങൾക്കപ്പോൾ മഴ നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ നിൻ്റെ നബിയുടെ അമ്മിനെ, നബിയുടെ പിതൃ സഹോദരനെ കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യിക്കുന്നു. ഫസ്ഖിന, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണമേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫയുസ്ഖൗൻ, അപ്പോൾ അവർക്ക് മഴ ലഭിക്കും. നിങ്ങൾ നോക്കൂ, മരണപ്പെട്ടു പോയ ആളുകളെ തവസ്സുലാക്കി ദുആ ചെയ്യാം എന്ന് പറയുന്ന ആളുകളുടെ വാദം പിഴുതെറിയുന്ന ഹദീസാണിത്. അതൊന്നാകെ ഈ ഹദീസ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ബാത്തിലാണ്. കാരണം കൗമ് പറയാറുണ്ട്, ഞങ്ങൾ തവസ്സുലാക്കും. എങ്ങനെ? മരണപ്പെട്ട ആളുകളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്. മരണപ്പെട്ട ആളുകളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ടൊക്കെ ദുആ ചെയ്യും. എന്താണ് അതിൻ്റെ രൂപം? അവർ പറയും, അല്ലാഹുവേ, നിൻ്റെ നബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ നൽകണമേ, അല്ലെങ്കിൽ ഈ ഖബറിൽ കിടക്കുന്ന വലിയൻ്റെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹക്ക് കൊണ്ട് നീ ഞങ്ങൾക്ക് ഇന്നത് നൽകണമേ. ഇതാണ് ഇവരുടെ തവസ്സുൽ. ഇത് ബാത്തിലായ തവസ്സുലാണ്. ഈ തവസ്സുൽ ബിദ്അത്താണ്. ഇത് ബിദ്അത്താണ്, അത് ശിർക്കല്ല. കാരണം തേടുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹു എന്ന് വിളിച്ചിട്ട് റബ്ബിനോടാണ് തേടുന്നത്. അതുകൊണ്ട് അത് ഇസ്തിഗാസ പോലെയല്ല. ഇസ്തിഗാസ വേറെ, തവസ്സുൽ വേറെ. ഇസ്തിഗാസ എന്നാൽ മരണപ്പെട്ടവരെ നേരെ വിളിക്കലാണ്. അത് ശിർക്കാണ്, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. അതേസമയം ഈ തവസ്സുൽ ഇത് ബിദ്അത്താണ്. ഇത് ശിർക്കിലേക്കുള്ള വഴിയാണ്, ശിർക്കിലേക്കുള്ള വസീലയാണിത്. എന്ത്? മരണപ്പെട്ടവരെ അള്ളാഹു നമുക്കുമിടയിൽ നിർത്തി അവരുടെ ഹക്ക് കൊണ്ട് തരണേ റബ്ബേ, അവരുടെ ബറക്കത്ത് കൊണ്ട് തരണേ റബ്ബേ, അല്ലെങ്കിൽ അവരുടെ ജാഹ് കൊണ്ട് തരണേ റബ്ബേ എന്ന് തേടുന്നത്. ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ. അവരുദ്ദേശിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ഹക്കുണ്ട്, അങ്ങനെ ഒരു അവകാശമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബറക്കത്തുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ജാഹുണ്ട്. ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജാഹുള്ളയാൾ. അള്ളാഹു ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് വകാന ഇൻദല്ലാഹി വജീഹ. അള്ളാഹുവിങ്കൽ വജീഹാണ് അദ്ദേഹം. അദ്ദേഹത്തിന് റബ്ബിങ്കൽ വിജാഹത്തുണ്ട്,
നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഅ്മിനീങ്ങൾക്കുമെല്ലാം അള്ളാഹുവിൽ സ്ഥാനമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് വെച്ച് റബ്ബിനോട് ദുആ ചെയ്തുകൂടാ, ദുആ ചെയ്യാൻ പാടില്ല. തവസ്സുൽ അതിൻ്റെ ശരിയായ ഇനം 3 ഇനങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ, ആധുനിക കാലത്തെ പണ്ഡിതന്മാരിൽ ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തവസ്സുൽ അൻവാഉഹു അഹ്കാമുഹു എന്ന കിതാബിൽ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 വഴികൾ വിശദീകരിച്ചത് കാണാം. അവരുടെ സ്വന്തം വക പറഞ്ഞതല്ല. ഖുർആനിൽ സുന്നത്തിൽ വന്ന തവസ്സുൽ 3 ഇനങ്ങളാണ്. ഒന്ന്, നീ അള്ളാഹുവിനോട് റബ്ബിൻ്റെ പേരുകളും വിശേഷങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു നീ റഹ്മാനാണ്, എനിക്ക് റഹ്മത്ത് ചെയ്യണമേ, നീ ഗഫൂറാണ്, എനിക്ക് പുറത്തു നൽകണമേ എന്നിങ്ങനെ. രണ്ടാമത്തേതോ സാലിഹായ അമലുകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവെ ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ, നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നീ പുറത്തു നൽകണമേ. അതുപോലെ ഞാൻ ഇന്ന അമൽ റബ്ബെ നിനക്ക് വേണ്ടിയാണ് ചെയ്തത്, അതുകൊണ്ട് നീ എൻ്റെ ദുആ സ്വീകരിക്കണേ. ഇത് റബ്ബിനോട് എടുത്തു പറയുക തവസ്സുലാണ്. മൂന്നാമത്തേത് സാലിഹായ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാണ്. ഇതിനെ തവസ്സുൽ എന്ന് സഹാബത്ത് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെ എന്തു പറയാം? തവസ്സുൽ എന്ന് പറയാം. ഈ ഹദീസ് അതിന് തെളിവാണ്, ബുഖാരിയിലെ ഹദീസ്. കാരണം ഉമർ നബിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്ന കുന്ന നതവസ്സലു ഇലൈക ബിനബിയിന, നിന്റെ നബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കാറുണ്ടായിരുന്നു എന്നാണ്. ജീവിച്ചിരിക്കുന്ന സാലിഹായ ഒരു മനുഷ്യരോട് ദുആ ചെയ്യാൻ പറയൽ തവസ്സുലിൻ്റെ ഒരു ഇനമാണ്. മനസ്സിലായില്ല? അത് പൊതുവായ മുസ്ലിമീങ്ങളുടെ ഖൈറിന് വേണ്ടി പറയലാണ് എങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നിങ്ങനെ ആളുകളോട് പറയൽ നല്ല കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അതിൽ കുറ്റമില്ല, അത് ശീലമാക്കരുത്. പക്ഷേ അങ്ങനെ പറയാതിരിക്കലാണ് നല്ലത്. അള്ളാഹുവിനോട് നീ നേരെ ദുആ ചെയ്യലാണ് നല്ലത്. സഹാബത്ത്, കിബാറുകളായ സഹാബത്ത് ആരും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നബിയോട് വന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറയാറില്ലായിരുന്നു. അവരുടെ രീതിയായിരുന്നില്ല. കിബാറുകളായ സഹാബത്തിൻ്റെ രീതിയായിരുന്നു. പൊതുവെ സഹാബത്തിൻ്റെ രീതി അതായിരുന്നില്ല. ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ ഒന്ന് നബിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ധത മാറ്റിത്തരാൻ ഒരു അന്ധനായ സഹാബി ഒന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ അപസ്മാരം ബാധിച്ച ഒരു സ്ത്രീ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാറ്റിത്തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ പാഠങ്ങളുള്ള ഹദീസുകളാണ് ഇതെല്ലാം. അത് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൂടാതെ അവർ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. കിബാറുകളായ സഹാബത്തിൻ്റെ രീതി അതല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞത് കാണാം. അതേസമയം ഒരു ഉപ്പ മകനോട് പറയുകയാണ്, മോനെ പാക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഇത് ഒരു ആമിറിൻ്റെ, ഒരു കൽപ്പിക്കുന്ന ഒരാളുടെ ശൈലിയാണ്. മാത്രമല്ല അത് ചെയ്യുന്ന ആളുടെ ഖൈറും കൂടി പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. അതൊരു പഠിപ്പിക്കുന്നതിൻ്റെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദുആകൾ പഠിപ്പിച്ചു തന്നതുപോലെ, നബിക്ക് വേണ്ടി സലാത്ത് അല്ല നബി പഠിപ്പിച്ചു തന്നതുപോലെ. അപ്പോൾ നോക്കൂ, തവസ്സുൽ ഇതാണ് ശരിയായ തവസ്സുൽ. ഇതല്ലാതെ മരണപ്പെട്ടവരെ നടുക്ക് നിർത്തിയ ഒരു തവസ്സുൽ ഇസ്ലാമിലില്ല എന്നതിന് ബുഖാരിയിലെ ഈ ഹദീസിനോളം മറ്റെന്ത് തെളിവ് വേണം? കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ക്ഷാമമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഇല്ലേ? നബിയേക്കാൾ അഫ്ദലായ വേറെ ആരുണ്ട്? എന്നിട്ട് പിന്നെ എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ജീവനോടെയുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? മാത്രമല്ല, എന്നിട്ട് ഉമർ പറഞ്ഞത് എന്താണ്? അല്ലാഹുവേ, നിൻ്റെ നബിയെ കൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്താ ഇപ്പോൾ തടസ്സം? ഇപ്പം എന്താ തടസ്സം? ഒരേ ഒരു തടസ്സമാണ്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിപ്പോയി എന്നതാണ്. സഹാബത്ത് ജീവിതവും മരണവും ഒരുപോലെയല്ല കണ്ടത്. നബിയുടെ ജീവിതവും മരണവും സഹാബത്ത് റളിയല്ലാഹു അൻഹു ഒരുപോലെയല്ല കണ്ടത്. എന്നാൽ മുസ്ലിയാക്കന്മാർ ആളുകൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഔലിയാക്കൾ ജീവിച്ചിരിക്കുകയും മരിച്ചാലും ഒരേപോലെയാണ്. അല്ല, ചിലപ്പോൾ അവർ പറയും മരിച്ചാലാണ് പവർ കൂടുക, ജീവിച്ചിരിക്കണ വലിയതിനേക്കാളും പവറാണ് ഔലിയാക്കന്മാർക്കെന്നാണ് അവർ പറയുന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആരും മൈൻഡ് ചെയ്യാതിരുന്ന മുസ്ലിയാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ആരായി? ലോകത്ത് വരെ നിയന്ത്രിക്കുന്ന ആളുകളായി മാറി. അപ്പോൾ എപ്പോഴാണ് അവർക്ക് പവർ കൂടിയത്? അപ്പോൾ ഇത് തികച്ചും ബാത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുമ്പോൾ ദുആ ചെയ്യാൻ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹാബത്ത് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പിന്നെ മഴ കൂടിയപ്പോൾ അത് നിർത്താനും ദുആ ചെയ്യാൻ ആ പ്രയാസവും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈനാ
അള്ളാഹു ഞങ്ങൾക്ക് ചുറ്റും, വല അലൈന ഞങ്ങൾക്ക് മേലല്ല. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തി ഷജർ. അല്ലാഹുവേ പർവ്വതങ്ങളിലും അതുപോലെ താഴ്വാരങ്ങളിലും മരങ്ങൾ മുളക്കുന്ന ഇടങ്ങളിലുമെല്ലാം നീ മഴ വർഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. മഴ നിർത്തണേ എന്നല്ല, അല്ലാഹു ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾക്ക് മേലല്ല. എന്നിട്ട് ഉപകാരപ്രദമായ ഇടങ്ങളിൽ മഴ പെയ്യിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, ഉമ്മത്തിനു വേണ്ടി മഴയ്ക്ക് വേണ്ടി തേടുക എന്നത് നബിമാരുടെ രീതിയാണ്. വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെട്ടു. വെള്ളം മുകളിൽ നിന്ന് വർഷിക്കാൻ കഴിവുള്ള റബ്ബ് താഴെ നിന്ന് അത് പൊട്ടിയൊടുക്കാനും കഴിവുള്ളവനാണ്, അങ്ങനെ ഒഴുക്കിക്കാനും കഴിവുള്ളവനാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് സംഭവിച്ചത് അതാണ്. നിങ്ങൾ നോക്ക്, ആളുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ സംഭവിക്കുകയാണ്. എന്താണത്? ഫഖുൽന, മൂസാ നബിയോട് റബ്ബ് പറഞ്ഞു, അള്ളാഹു പറയുകയാണ്, നാം പറഞ്ഞു, ഇദ്റിബ്, നീ അടിക്കുക, ബി അസാക, ഓ മൂസ താങ്കളുടെ വടി കൊണ്ട് അടിക്കുക. എവിടെ അടിക്കുക? അൽ ഹജർ, കല്ലിനടിക്കുക. മൂസ അലൈഹിസ്സലാമിൻ്റെ വടിയുടെ അത്ഭുതങ്ങൾ പലതാണ്. അത് നമുക്ക് 4 എണ്ണമാണെന്ന് പറയാം. ഒന്ന്, ആദ്യത്തെ തവണ റബ്ബ് ചോദിച്ചു, ഓ മൂസ താങ്കളുടെ വലത് കയ്യിൽ എന്താണ്? മൂസ നബി പറഞ്ഞു, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖ്റാ. റബ്ബേ, ഇത് ഞാനിതിലൂന്നി നിൽക്കുന്നു, ഇതുകൊണ്ട് ഞാൻ എൻ്റെ ആടുകൾക്ക് ഇലകൾ വീഴ്ത്തി നൽകുന്നു, അതുപോലെ എനിക്കിതുകൊണ്ട് വേറെയും ഉപകാരങ്ങളുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയുണ്ടായി. ചില സൂഫികൾ പറയാറുണ്ട്, വടി കുത്തി നടക്കുക എന്നുള്ളത് നബിമാരുടെ സുന്നത്താണ് എന്ന്. തെറ്റാണത്, ശരിയല്ല. വടി പിടിച്ച് നടക്കുക എന്നുള്ളത് അത് ശരിയല്ല. കാരണം അവർ വടിയെടുത്തത് എന്തിനാണ്? ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വടി പിടിച്ചത്, ആവശ്യത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വടി കുത്തി നടന്ന പല ഹദീസുകൾ വന്നിട്ടുണ്ട്, ആവശ്യമുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് മദീന അക്കാലത്ത് ധാരാളമായി ഇഴജന്തുക്കളും അങ്ങനെയുള്ള ഉപദ്രവിക്കുന്ന ജന്തുക്കളും ഉണ്ടായിരുന്ന നാടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അന്ധനായ സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറഞ്ഞത് കാണാം, ഇന്ന അൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാ. മദീന ഒരുപാട് ഇഴജന്തുക്കളും ഉപദ്രവിക്കുന്ന ജന്തുക്കളുമൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് എനിക്ക് മസ്ജിദിൽ ജമാഅത്തിന് വരാതിരിക്കാൻ ഇളവുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇത് ആണ്, അല്ലാതെ നബിമാരുടെ സുന്നത്ത് വടിയെത്തി നടക്കുക എന്നത് ശരിയല്ല. മറിച്ച് അത് ആവശ്യമുള്ളപ്പോൾ ചെയ്യാവുന്ന കാര്യമാണ്. സുന്നത്ത് 2 ഇനമാണ്. ഒന്ന് സുന്ന ആദ, മറ്റൊന്ന് സുന്ന ഇബാദ. സഹാബത്ത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒന്ന് സുന്ന ആദ, രണ്ടാമത്തേത് സുന്ന ഇബാദ. എന്താണ് സുന്ന ആദ? എന്താണ് സുന്ന ഇബാദ? സുന്നത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന സുന്നത്താണ്. അഥവാ ആ സുന്നത്ത് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, ആ സുന്നത്ത് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. റബ്ബിലേക്ക് അടുക്കാൻ, ഇബാദത്തൻ തഖർറുബൻ ഇലല്ലാഹ്, അതാണ് ആ സുന്ന. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും പറയുന്ന സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. മറ്റൊരു സുന്നത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ഇബാദത്തായി പഠിപ്പിക്കാനല്ല ചെയ്തത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബിയുടെ നാട്ടുകാരുടെ, നബിയുടെ സമകാലികരുടെ ഒക്കെ ശീലം എന്ന നിലക്കാണ് അത് ചെയ്തത്, അവരുടെ രീതി എന്ന നിലക്കാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ നബിയുടെ ആവശ്യമുള്ളത് കൊണ്ട് ചെയ്തതാണ്. അതിനാണ് സുന്ന ആദ എന്ന് പറയുക. അത് ഇബാദത്തായിക്കൊണ്ട് ആ കാര്യത്തിൽ നബിയെ പിൻപറ്റുക എന്നത് ശരിയല്ല, അത് ശരിയല്ല. മറിച്ച് അവിടെ അവിടെ അത് അനുവദനീയമാണെന്നേ അതുകൊണ്ട് കിട്ടുകയുള്ളൂ. അത് അനുവദനീയമാണ് എന്നേ അതുകൊണ്ട് കിട്ടുകയുള്ളൂ. അതല്ലാതെ അത് ഇബാദത്താണെന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കത് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഒരാൾ പറയുകയാണ് ഒട്ടകപ്പുറത്ത് കയറൽ സുന്നത്തല്ല, ഇബാദത്താണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, തീർത്തും തെറ്റാണത്. ഒരിക്കലും പറയാൻ പാടില്ല. ലോകത്ത് ഇമാമിങ്ങളാരും ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരാരും അത് പറഞ്ഞിട്ടില്ല ഒട്ടകപ്പുറത്ത് കയറൽ സുന്നത്താണ്. അപ്പോൾ ഒരു തവണ കയറിയാൾക്ക് ഇത്ര പ്രതിഫലം, രണ്ടാമത് കയറിയാൾക്ക് ഇത്ര പ്രതിഫലം. കുറേ തവണ ഒട്ടകപ്പുറത്ത് കയറിയാൽ അത് കയറിയ ആളെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്തു. ശരിയാണോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആദത്തായിക്കൊണ്ട് ചെയ്തതാണ്.
നിങ്ങൾ നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തേറി തവാഫ് അല്ലെങ്കിൽ സഈ ചെയ്തു എന്നതിനെക്കുറിച്ച് ചില ആളുകൾ സുന്ന എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തേറി തവാഫ് അല്ലെങ്കിൽ സഈ നിർവഹിച്ചതിനെക്കുറിച്ച് ചില ആളുകൾ പറഞ്ഞു സുന്നത്താണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് സഹാബികളിൽ പണ്ഡിത ശ്രേഷ്ഠനായ അദ്ദേഹം പറഞ്ഞു, സദഖൂ വകദബൂ, അവർ പറഞ്ഞത് ശരിയുമാണ് തെറ്റുമാണ്. എന്താണ് ശരിയുമാണ് തെറ്റുമാണെന്ന് പറഞ്ഞാൽ? ശരിയാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് സുന്നത്താണെന്ന് പറഞ്ഞത് തെറ്റാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരാവശ്യമുള്ളപ്പോൾ ചെയ്തതാണ്. എന്താവശ്യമാണ് വന്നത്? ആളുകളെല്ലാം അവിടെ കൂട്ടം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഇതാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടന്നുകൊണ്ട് തവാഫ് അല്ലെങ്കിൽ സഈ ചെയ്യാൻ ബുദ്ധിമുട്ടായി. നബിക്ക് നടന്നുകൊണ്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അതല്ലാതെ സുന്നത്തായിക്കൊണ്ട് ചെയ്തതല്ല. അതുകൊണ്ടത് സുന്നത്തായിക്കൊണ്ട് ചെയ്തതല്ല. മറ്റൊരു ഉദാഹരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് കത്തുകൾ എഴുതി, രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതാൻ തീരുമാനിച്ചു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹുദൈബിയ സന്ധിയുടെ ആ സമയത്ത്. അപ്പോൾ സഹാബത്ത് നബിയോട് പറഞ്ഞു, നബിയെ, അവർ രാജാക്കന്മാർ ഖാത്തമ് വച്ച, സീല് വച്ച കത്തല്ലാതെ സ്വീകരിക്കില്ല. സീൽ വെക്കണം, മുദ്ര വെക്കണം, ഖാത്തം ഉണ്ടാകണം, എന്നാൽ മാത്രമേ ഒരു കത്ത് സ്വീകരിക്കുള്ളൂ എന്ന് നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഖാത്തം ഉണ്ടാക്കാൻ ഉത്തരവിട്ടു. ഖാത്തം എന്ന് പറഞ്ഞാൽ അത് മോതിരമാണ്, അത് തന്നെയാണ് മുദ്രയും, അത് തന്നെയാണ് സീലും. ആ മോതിരത്തിൽ എന്തുണ്ടാവും? സീലുണ്ടാവും. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നെഴുതിയ ഖാത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ചു. മുഹമ്മദ് എന്നത് ഒരു വരിയിലും, റസൂൽ എന്നത് ഒരു വരിയിലും, അള്ളാഹ് എന്നത് ഒരു വരിയിലും. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ അള്ളാഹ് എന്നതാണ് ഏറ്റവും മുകളിൽ, പിന്നെ റസൂൽ, പിന്നെ മുഹമ്മദ് എന്നതായിരുന്നു അതിൻ്റെ രൂപമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അലം. മനസ്സിലല്ലേ? മുഹമ്മദ് എന്നടിയിൽ, റസൂൽ എന്നതിൻ്റെ മുകളിൽ, അള്ളാഹ് എന്നതിൻ്റെ മുകളിൽ, ഇങ്ങനെ 3 വരികളായി. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീലുണ്ട്. അതാണ് നബിയുടെ മോതിരം. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ച് മുദ്ര വച്ചിരുന്നു. മോതിരം അണിയുക സുന്നത്താണെന്ന് പറയാമോ? പറഞ്ഞുകൂടാ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആവശ്യമുള്ളത് കൊണ്ട് അത് ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അത് ധരിച്ചു എന്ന് മാത്രം. അപ്പോൾ നോക്കൂ, ഇതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവിടുന്ന് ചുമല് വരെ നബിക്ക് മുടിയുണ്ടായിരുന്നു, ചെവി വരെ നബിയുടെ മുടി നീളമുണ്ടായിരുന്നു. ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് അങ്ങനെ മുടി നീട്ടുക സുന്നത്താണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. തെറ്റാണത്, ശരിയല്ല. മറിച്ച് സുന്ന ആദയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ആളുകളുടെ മുടിയുടെ രൂപം അങ്ങനെയായിരുന്നു. മുസ്ലിമീങ്ങളുടേതും മുശ്രിക്കുകളുടേതും, മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല മുശ്രിക്കുകളുടേതും അങ്ങനെയായിരുന്നു. പൊതുരീതി അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്തെ പൊതുരീതിയിൽ നിന്ന് മാറിയില്ല. അപ്പോൾ നിൻ്റെ മുടി എങ്ങനെയായിരിക്കണം? പൊതുവെ ആളുകൾ എന്താ ഇയാളുടെ മുടി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കാത്ത ഒരു രൂപത്തിലായിരിക്കണം. നീളം കുറഞ്ഞാലും നീളം കൂടിയാലും അത് ആളുകൾ അങ്ങനെ ആളുകളിൽ നിന്നൊരു വേറിട്ട് ഒരു വല്ലാത്ത രൂപത്തിൽ ആളുകൾ നോക്കുന്ന അവസ്ഥയിലാകരുത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെയായിരുന്നു നബിയുടെ മുടി എന്ന് പറഞ്ഞുകൂടാ. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൂടെയുള്ള ആളുകളുടെ, നാട്ടുകാരുടെ രീതിയിൽ നിന്ന് മാറ്റം അന്ന് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മുടി നീട്ടുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറയുന്നതാണ്, ഇക്കാലത്ത് അങ്ങനെ ഒരിക്കൽ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പറയാൻ, ഇക്കാലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇന്ന് ഫാസിക്കുകളാണ് ഇത് ചെയ്യാറുള്ളത്, മോശക്കാരായ ആളുകളാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞത് കാണാം. ആ കാലം അദ്ദേഹത്തിൻ്റെ കാലത്ത്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറും. ഇനി കുറച്ചു കാലം കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും അങ്ങനെ ഒരു രീതിയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഹറാമാകാത്തിടത്തോളം അങ്ങനെയുള്ള പൊതു രീതികൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇതാണ് നിയമം. മുസ്ലിമീങ്ങളോട് പൊതുവെ വിഭിന്നമാകാത്ത, അതുപോലെ കുഫാറുകളോട് സാദൃശ്യപ്പെടാത്ത, ഹറാമുകളൊന്നും വന്നു ചേരാത്ത ഏത് വസ്ത്രവും ഒരാൾക്ക് അനുവദനീയമാണ്. പണ്ഡിതന്മാർ സുബ്ഹാനല്ലാഹ് അതിന് മനോഹരമായൊരു ന്യായം പറഞ്ഞത് കാണാം. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞത് കാണാം.
നബിയെ നീ നബിയുടെ വാക്കിലും പ്രവൃത്തിയിലും പിൻപറ്റുക എന്നതുപോലെ നബി എന്തുദ്ദേശത്തിൽ ചെയ്തു, നബിയുടെ നീയത്തിലും കൂടി നീ നബിയെ പിൻപറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് പിൻപറ്റൽ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുദ്ദേശത്തിലാണ് ചെയ്തത് അതിലും കൂടി നീ നബിയെ പിൻപറ്റലാണ് ഏറ്റവും ശരിയായ ഇത്തിബാ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ രീതിയല്ല സ്വീകരിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ത് ചെയ്യുമായിരുന്നു? നബി ഇരുന്നിടത്ത് ഇരിക്കും, നിന്നിടത്ത് നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് അവിടെ വെച്ച് വിസർജനം നിർവഹിച്ച് അവിടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്നു ഉമർ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ രൂപത്തിൽ പിൻപറ്റുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഹജ്ജിനുള്ള യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാദൃച്ഛികമായി എത്തിപ്പെട്ട് നിസ്കരിച്ച ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കുമായിരുന്നു. നബി അവിടെ നിസ്കരിക്കാൻ ഒരു പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. നബി അവിടെ എത്തിയപ്പോഴാണ് നിസ്കാരത്തിന് സമയമായത്. അപ്പോൾ നബി അവിടെ നിസ്കരിച്ചു, എന്നിട്ട് നബി പോയി. എന്നാൽ ഇബ്നു ഉമർ ആ സ്ഥലങ്ങൾ പ്രത്യേകമായി ആ സ്ഥലങ്ങളിൽ എത്തിയാൽ അവിടെ നിസ്കരിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഫത്ഹുൽ ബാരിയുടെ അടിക്കുറിപ്പിൽ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയം ഇബ്നു ഹജർ അൽ അസ്ഖലാനി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഇതിൽ ഇബ്നു ഉമറിന്റെ മാതൃകയേക്കാൾ ശരി ഇബ്നു ഉമറിന്റെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മാതൃകയാണ്, കിബാറുകളായ സഹാബത്തിന്റെ മാതൃകയാണ്. അവരിങ്ങനെയല്ല നബിയെ പിൻപറ്റത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഫാറൂഖ്, ഇങ്ങനെയുള്ള കിബാറുകളായ സഹാബിമാർ ഈ രീതിയല്ല സ്വീകരിച്ചത് എന്നാണ്. മറിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാദൃച്ഛികമായി ചെയ്തത് അതിന് ആ സ്ഥലത്ത് പ്രത്യേകതയുണ്ട് എന്ന് കൽപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നബി യാദൃച്ഛികമായി എത്തിപ്പെട്ട ഒരു സ്ഥലത്ത് നിസ്കരിച്ചു, ആ സ്ഥലം തന്നെ ആളുകൾ നിസ്കാരമാക്കി സ്വീകരിച്ചാൽ പിന്നീട് അത് എന്തിലേക്ക് പോകും? അത് പഴയ ആളുകൾ എത്തിപ്പെട്ട ശിർക്കിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ആ മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ആ മരം മുറിച്ചു കളഞ്ഞു, അത് മുറിച്ചങ്ങ് മാറ്റി. ഇസ്ലാമിലെ രീതി അതാണ്. ഇസ്ലാമിലെ രീതി അങ്ങനെയാണ്. ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് വളരെ ശ്രദ്ധയോടെ നേരിട്ടിട്ടുണ്ട്. ബഹുമാനവും സ്നേഹവും ഒക്കെ പരിധി വിട്ട ഇബാദത്തായി പോകുന്ന വളരെ ശ്രദ്ധിക്കും. ചെറിയ കാര്യങ്ങൾ വരെ നമ്മളത് ശ്രദ്ധിക്കണം. മനസ്സിലായി? ഒരാൾ പറയണം, ഇതെൻ്റെ ഉപ്പാപ്പ ഇരുന്ന കസേര, ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇത് പൊട്ടിയാലും ഞാൻ ഇത് കളയൂല, ഇത് ഞാൻ നന്നാക്കി ഇങ്ങനെ കൊണ്ടു നടക്കും. ശ്രദ്ധിക്കണത്. കാരണം 2 തലമുറ കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വേറെ ദോഷികൾ വരും. എന്നിട്ട് പറഞ്ഞത് എത്ര കസേര നമ്മൾ വീട്ടിലുണ്ടായിരുന്നു, എന്താ ഇത് മാത്രം ഇങ്ങനെ സൂക്ഷിച്ചത്, അപ്പം ഇതിലെന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് നീയോ എൻ്റെ മക്കളോ ചിലപ്പോൾ ചെയ്യൂല. പക്ഷെ 10 തലമുറ കഴിഞ്ഞ് ചിലപ്പോൾ അതിനെ ഇബാദത്ത് ചെയ്യുന്ന ജാഹിലുകൾ വന്നേക്കും. ശൈത്താൻ അതിനുള്ള പണിയായിരിക്കും നിന്നെ കൊണ്ട് എടുപ്പിക്കണം. ഇപ്പോൾ 10 തലമുറ അപ്പുറത്ത് ആളുകളെ ശിർക്കിലെത്തിക്കാനുള്ള പണി ചിലപ്പോൾ ഇപ്പം നിന്നെ കൊണ്ട് ശൈത്താൻ എടുപ്പിക്കും. സുബ്ഹാനല്ലാഹ്, ഇത് പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ശിർക്കിനെതിരിൽ സംസാരിച്ച് തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ബിംബം കഅബത്തിന്റെ അകത്തുണ്ടായെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇബ്രാഹിം നബിയുടെ ബിംബം കഅബത്തിനകത്ത് ആളുകൾ ഉണ്ടാക്കിയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കണ്ടപ്പോൾ ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒരിക്കലും ഈ പ്രശ്നക്കോലുകൾ വെച്ചിരുന്നില്ല. ഇബ്രാഹിം നബിയുടെ ബിംബം ഉണ്ടാക്കി, ഇസ്മായിൽ നബിയുടെ ബിംബം ഉണ്ടാക്കി, കൈകളിൽ ഭാഗ്യപരീക്ഷണത്തിനുള്ള പ്രശ്നക്കോലുകൾ അവർ വെച്ചു കൊടുത്തിരുന്നു എന്നാണ്. എന്തെങ്കിലും കാര്യം ചെയ്യാണെങ്കിൽ അതിങ്ങനെ ഊരിയെടുക്കും. അതിൽ ഇഫഅൽ ചെയ്തോളൂ എന്നാണെങ്കിൽ അതവർ ചെയ്യും. ലാ തഫഅൽ എന്ന് എഴുതിയ അമ്പാണ് കിട്ടിയതെങ്കിൽ ചെയ്യില്ല. ഒന്നും എഴുതാത്തതാണ് കിട്ടിയതെങ്കിൽ ഒന്നുകൂടി എടുക്കും. ഇങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന പ്രശ്നക്കോലുകൾ അസ്ലാം എന്ന് ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ചത്, അത് ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ ബിംബുണ്ടാക്കി അത് കയ്യിൽ വെച്ചെടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുകയാണ്. നബി പറഞ്ഞു, ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. അവർ രണ്ടുപേരും ഒരിക്കലും ഇത് ചെയ്തിരുന്നില്ല. തൗഹീദിനു വേണ്ടി പോരാടിയവർ പിന്നെ ആരാധിക്കപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഈ നാട്ടിൽ സൗദി അറേബ്യയിൽ കുറച്ചു കാലം മുമ്പ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് ഒരു ചോദ്യം വന്നു. രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം ആ ചോദ്യം. എന്താണത്? ഇബ്നു അബ്ദുൽ വഹാബ് താമസിച്ച വീട്. ആര് താമസിച്ച വീട്? ഇബ്നു അബ്ദുൽ വഹാബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കാലഘട്ടത്തിൽ തൗഹീദ് ജനങ്ങൾ മറന്നുപോയപ്പോൾ ആ തൗഹീദ് ജനങ്ങൾ ഓർമ്മപ്പെടുത്തി അതിലേക്ക് ജനങ്ങളെ വീണ്ടും നയിച്ച ആ ഇമാമിൻ്റെ വീട്
ബിൻ ബാസിനോട് ആളുകൾ ചോദിക്കണം, അത് ഇങ്ങനെ നമ്മൾ പുതുക്കിപ്പണിത് ഇങ്ങനെ ആ പഴമ നിലനിർത്തി ഒന്ന് ഒരു സ്മാരകം എന്ന നിലക്ക് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു, എന്താണ് ഷെയ്ഖിന് പറയാനുള്ളത്? ഷെയ്ഖ് മറുപടി പറഞ്ഞു, പൊളിച്ചളയണം. കാരണം നാളെ ഇതിനെ ഇബാദത്ത് ചെയ്യുന്ന ജാഹിലുകൾ വരും. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആളുകൾ എങ്ങനെയാണ് പോകുന്നത്, ചിന്തിച്ചു നോക്കണം. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, പലരും വലിയ സംസ്കാരമായി പഠിപ്പിച്ച കാര്യം ഇസ്ലാം വലിയ സംസ്കാരമായി കണ്ടിട്ടില്ല. പഴയ നാഗരികത അങ്ങനെ നിലനിർത്തണം, ഇങ്ങനെ നിലനിർത്തണം എന്നതിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ടത്. അങ്ങനെയുള്ളത് പലതും പിന്നീട് ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് പോയി പോകും. ജനങ്ങൾ ശിർക്കിലേക്ക് എത്തുന്നതിലേക്കുള്ള വഴിയായിരിക്കും. ശൈത്താൻ എന്താണ് നാളെ അവൻ്റെ പദ്ധതി എന്ന് നമുക്കറിയില്ല. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, നബിയുടെ സുന്നത്ത്, സുന്ന ഇബാദ എന്നീ രണ്ടുണ്ട്. മൂസ അലൈഹിസ്സലാം വടി കൊണ്ട് അടിച്ചപ്പോഴാണ് ഈ വെള്ളം ഒഴുകിയത്. മൂസാ നബിയുടെ വടി ഒന്ന് അത് ഇട്ടപ്പോൾ താഴെ ഇട്ടാൽ എന്തായിത്തീരും? താഴെ ഇട്ടാൽ പാമ്പായിത്തീരും. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് അതുകൊണ്ടുണ്ടായ അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ പാറയിൽ അടിച്ചപ്പോൾ വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു. മൂന്നാമത്തേതാണ്, അതുകൊണ്ട് കടലിൽ അടിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു. അല്ലെങ്കിൽ മറ്റ് ചില റിവായത്തുകൾ വന്നതുപോലെ 12 വഴികളായി പിളർന്നു എന്നാണ്. നാലാമത്തേത് സാഹിറുകളുമായുള്ള മത്സരമാണ്. അവരുടെ പാമ്പെന്ന് തോന്നിപ്പിക്കുന്ന അവരുടെ വടികളെയും കയറുകളെയും മൂസാ അലൈഹിസ്സലാമിൻ്റെ വടി പാമ്പായി മാറിയപ്പോൾ അത് വിഴുങ്ങുകയുണ്ടായി. ഈ 4 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ വടിയെക്കുറിച്ച് ഖുർആനിൽ വന്നത് നമുക്ക് കാണാം. അപ്പോൾ നോക്കൂ, അത്ഭുതകരമായി ആ പാറയിൽ നിന്ന് വെള്ളമത പൊട്ടിയൊഴുകുകയാണ്. ഫംഫജറത് മിൻഹു, അതിൽ നിന്ന് പൊട്ടിയൊഴുകി 12 ഐന, 12 അരുവികൾ പൊട്ടിയൊഴുകി. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ പാറ പൊട്ടി വെള്ളം ഒഴുകുന്നു. ഇത്ര ബലിഷ്ഠമായ വെള്ളം വരാൻ സാധ്യതയില്ലാത്തത് പൊട്ടി അതിൽ നിന്ന് 12 ഉറവുകൾ വരിക എന്നത് എത്ര വലിയ അത്ഭുതമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായി ഇതിനേക്കാൾ വലുത് സംഭവിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. എന്താണത്? വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ നബിയുടെ വിരലുകൾ മുക്കി. നബിയുടെ വിരലുകൾക്കിടയിലൂടെ അതാ വെള്ളം പുറത്തേക്ക് വരികയാണ്. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ 1400-ലധികം സഹാബിമാർ ഈ വെള്ളം കുടിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അത്രയും വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ ഒഴുകി. പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഈ ആയത്തിൽ പറഞ്ഞതിനേക്കാൾ വലിയ അത്ഭുതമാണ്. കാരണം പാറയിലൂടെ വെള്ളം ഒഴുകുക എന്നത് സ്വാഭാവികമായും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചില പാറ പൊട്ടി എന്തുണ്ടാവും, അതിന് വെള്ളം വരും. എന്നാൽ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരിക എന്നത് ഒരിക്കലും പൊതുവെ സാധാരണയായി ഒരിക്കലും സംഭവിക്കാത്തതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ അങ്ങനെ വെള്ളം ഒഴുക്കുകയുണ്ടായി. നോക്കൂ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അവൻ നിശ്ചയിച്ച അത്ഭുതമാണ്. റബ്ബിൻ്റെ നബിമാരോ ഔലിയാക്കളോ ഇതിന് സ്വന്തമായി കഴിവുള്ളവരല്ല. അവരൊരു സിദ്ധിയായി ഇത് കൊണ്ട് നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് തയമ്മുമിൻ്റെ ആയത്തിറങ്ങിയത്? എന്തിനാണ് തയമ്മും ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രക്കിടയിൽ തയമ്മുമിൻ്റെ ആയത്ത് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിന് ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നബിമാരോ വലിയകളോ വെള്ളം നിർഗളിപ്പിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ സിദ്ധി ഉണ്ടായിരുന്ന, അതിന് കഴിവുണ്ടായിരുന്ന ആളുകളല്ല. മറിച്ച് അള്ളാഹു നിശ്ചയിച്ചാൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അതുകൊണ്ട് നബിമാരും മുൻഗാമികളും ഈ ഉമ്മത്തിലെ അയിമ്മത്തുമെല്ലാം വെള്ളത്തിനും അതുപോലെ ഭക്ഷണത്തിനും ആവശ്യമായി വന്നപ്പോൾ തേടിയത് റബ്ബിനോടാണ്, അള്ളാഹുവിനോട് മാത്രമാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ അള്ളാഹുവിനോടാണ്. പക്ഷെ നോക്കൂ, ഈ രൂപത്തിൽ പ്രയാസമുണ്ടായാൽ ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത് കാണാം.
ആളുകൾ ശിർക്കിലേക്ക് പോകുന്ന കാണാം. നമ്മുടെ നാട്ടിൽ മത്സ്യം കിട്ടാതായാൽ എന്തു ചെയ്യും? തങ്ങളെ വിളിച്ച് തങ്ങൾ പഴം മന്ത്രിച്ച് പഴം കടലിലേക്ക് എറിയും. മത്സ്യസമ്പത്ത് കൂടാൻ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ചില കടപ്പുറങ്ങളിൽ നടക്കുന്നതാണ്, വാർത്ത വരാറുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? നബിയുടെ കുടുംബമാണെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ, അല്ലെങ്കിൽ നബി കുടുംബമാണല്ലോ തങ്ങന്മാർ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സഹാബത്ത് അത് ചെയ്തിട്ടില്ല. അവർ റിസ്കിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുലേക്ക് തിരിയുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുഃഖ റബ്ബ് പറഞ്ഞു ഫംഫജറത് മിൻഹു 12 ഐന, 12 അരുവികൾ പൊട്ടി ഒഴുകി. എന്തിനാണ് 12 അരുവികൾ ഒഴുകിയത്? എന്തുകൊണ്ടാണ്? അവർ 12 ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ. എന്തുകൊണ്ടാണ് അവർ 12 ഗോത്രങ്ങളായത്? യാക്കൂബ് നബിക്ക് 12 മക്കളാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് 12 ഐനുകൾ ഒഴുകി. എന്താ ഐനിൻ്റെ അർത്ഥം? ഐൻ എന്നാൽ അരുവിയാണ്, ഒഴുകുന്ന വെള്ളത്തിനാണ് ഐൻ എന്ന് പറയും. ഐനിൻ്റെ വേറൊരർത്ഥം എന്താണ്? കണ്ണുകൾ എന്നാണ്. ഐനിൻ്റെ മറ്റൊരർത്ഥമാണ് ചാരന ഐൻ എന്ന് പറയും. കാരണം അയാൾ ഒരു കണ്ണവിടെ കൊണ്ടുവച്ചതുപോലെ വിവരങ്ങൾ ഇങ്ങോട്ട് തരും. ഐൻ ഫംഫജറത് മിൻഹു 12 ഐന, 12 അരുവികൾ അതിൽ നിന്ന് പൊട്ടി ഒഴുകി. ഖദ് അലിമ, അറിഞ്ഞു, കുല്ലു ഉനാസിൻ, ഓരോരുത്തരും, അഥവാ ആ ഗോത്രങ്ങളിൽ ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മശ്റബഹും, അവരുടെ മശ്റബ്. മശ്റബ് എന്നാൽ കുടിക്കാനുള്ള സ്ഥലത്തിനും പറയും, അതുപോലെ കുടിക്കാനുള്ള സമയത്തിനും പറയും. അവർക്ക് വെള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയവും സ്ഥലവുമെല്ലാം എല്ലാവർക്കും, ആ ഗോത്രങ്ങളിലെ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ട് അല്ലാഹു അവരോട് പറഞ്ഞു, കുലു വഷ്റബൂ മിൻ റിസ്ഖില്ലാഹ്, കുലു നിങ്ങൾ തിന്നോളൂ, വഷ്റബൂ നിങ്ങൾ കുടിച്ചോളൂ, മിൻ റിസ്ഖില്ലാഹ് അള്ളാഹുവിൻ്റെ റിസ്ക്കിൽ നിന്ന് തിന്നോളൂ കുടിച്ചോളൂ എന്നത് ഇത് കൽപ്പന, നിർബന്ധം പറയാനുള്ള കൽപ്പനയല്ല. ചില കൽപ്പനകൾ ഇബാഹത്തിന് വേണ്ടിയായിരിക്കും, അഥവാ അനുവദനീയമാണ് എന്ന് പറയാനായിരിക്കും ചില കൽപ്പനകൾ. ചില കൽപ്പനകൾ ആ രൂപത്തിൽ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്ന് പറയും, ഇത് അനുവദനീയമാണ് അക്കാര്യം എന്നറിയിക്കാൻ അള്ളാഹു അനുഗ്രഹമായി പറയുന്ന കാര്യമാണ്. കുലു വഷ്റബു മിൻ റിസ്ഖില്ലാഹ്, അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന മുഫ്സിദുകളായി നടക്കരുത്. തഅസൗ എന്ന പദം സൂചിപ്പിക്കുന്നത് ഫസാദ് ഉണ്ടാക്കാനായി നിരന്തരം നീങ്ങുക, അതിനുവേണ്ടി സഞ്ചരിക്കുക എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്രായേലർക്ക് ചെയ്തു കൊടുത്ത അത്ഭുതകരമായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. വഇദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിർ അലാ തആമിൻ വാഹിദ്. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, അള്ളാഹു നിങ്ങൾ എന്ന് വിളിച്ചത് ഇസ്രായേലരാണ്, അവരഭിസംബോധന ചെയ്താണ് ഈ പറയുന്നത്. യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിർ, ഞങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല, അലാ തആമിൻ വാഹിദ്, ഒരൊറ്റ തആം, ഒരൊറ്റ ഭക്ഷണത്തിൽ ക്ഷമിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അലാ തആമിൻ വാഹിദ്, ഒരൊറ്റ ഭക്ഷണത്തിൽ ക്ഷമിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അലാ തആമിൻ വാഹിദ്, ഒരൊറ്റ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധ്യമല്ല. എന്താണ് ഒരൊറ്റ ഭക്ഷണം എന്നാൽ? മന്നയും അതുപോലെ മന്നും സൽവയും ഒരേ ഇനത്തിലുള്ള ഭക്ഷണം, അതിൽ ക്ഷമിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഫദ്ഉ ലനാ റബ്ബക്, അതുകൊണ്ട് നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ വാക്കിലെ മര്യാദഘട്ട ഒരു പ്രയോഗമായിരുന്നത്, നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഒരു മര്യാദയും ഇല്ലാത്ത വാക്കാണ്, നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആ ഖൗമിൻ്റെ വിവരമില്ലായ്മയും അതുപോലെ അവരുടെ അഹങ്കാരവും ഒക്കെ സൂചിപ്പിക്കുന്ന അവരുടെ പ്രയോഗമാണ്, നിൻ്റെ റബ്ബിനോട് ദുആ ചെയ്യൂ. ഇത് പല സന്ദർഭങ്ങളിൽ ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം.
സൂറത്തുൽ മാഇദയിൽ അവർ പറഞ്ഞു ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില. അവർ പറഞ്ഞതായി സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാം, മൂസ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തൊരു മര്യാദകേടിൻ്റെ വാക്കാണ്. അപ്പോൾ നിൻ്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൂ എന്ന വാക്കിൽ തന്നെ അവരുടെ മര്യാദകേടുണ്ട്. എന്തിന് ദുആ ചെയ്യണം? ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഇനം ഭക്ഷണത്തിൽ ക്ഷമിച്ചു നിൽക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ദുആ ചെയ്യൂ. യുഖ്രിജ് ലനാ മിമ്മ തുംബിതുൽ അർദ്, ഞങ്ങൾക്ക് വേണ്ടി അവനോട് ഉൽപ്പാദിപ്പിച്ചു തരാൻ ദുആ ചെയ്യുക. മിമ്മ തുംബിതുൽ അർദ്, ഭൂമി മുളപ്പിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞങ്ങൾക്കിതൊന്നും പോരാ. അള്ളാഹു അവർക്ക് ഇറക്കി കൊടുത്ത ഒരു പണിയും എടുക്കാതെ കിട്ടുന്നതാണ് മന്നും സൽവയും. ആ വിശിഷ്ടമായ ഭക്ഷണം വെള്ളവും ഒഴുക്കി കൊടുത്തു. എന്നാൽ അതുപോരാ, മറിച്ച് മനുഷ്യൻ കൃഷി ചെയ്ത് പണിയെടുത്തുണ്ടാക്കുന്ന ചില കാർഷിക വിളകളെക്കുറിച്ച് അവർ ചോദിക്കുക, ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ മന്നയേക്കാളും സൽവയേക്കാളും നിലവാരത്തിൽ എത്രയോ താഴെയാണത്. റബ്ബ് നൽകിയ ആ നിഅമത്തുകൾ, ആ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. പക്ഷെ അവർ പറയുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരണം. എന്തൊക്കെയാണ്? എന്നിട്ട് അവരിങ്ങനെ അതിൻ്റെ ലിസ്റ്റ് പറയുകയാണ്. മിൻ ബഖ്ലിഹ വഖിസ്സാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ. ആദ്യം പറഞ്ഞു മിൻ ബഖ്ലിഹ. ബഖ്ൽ എന്നാൽ ചീരയാണ്, അതുപോലെ മണ്ണിൽ മുളച്ചു പൊങ്ങുന്ന ചെടികൾ, അതിനാണ് ബഖ്ൽ എന്ന് പറയും. മിൻ ബഖ്ലിഹ വഖിസ്സാഇഹ. ഖിസ്സാഇ എന്നാൽ വെള്ളരിയും ആ ഇനത്തിലുള്ള പച്ചക്കറി, അതിനാണ് ഖിസ്സാ എന്ന് പറയും. ഫൂമിഹ, ഫൂം എന്നാൽ വെളുത്തുള്ളി. വഅദസിഹ, അദസ് എന്നാൽ പയർ. ബസലിഹ, ബസൽ എന്നാൽ സാധാരണ ഉള്ളി, സവാള, അതിനാണ് ബസൽ എന്ന് പറയുക. ഇങ്ങനെ ഭൂമി മുളപ്പിക്കുന്ന ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചു തരാൻ, ഞങ്ങൾക്ക് വേണ്ടി മുളപ്പിച്ചു തരാൻ മൂസാ നീ നിൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുക. നോക്കൂ നിങ്ങൾ, ഞങ്ങൾക്ക് അള്ളാഹു തന്ന ഇതിൽ ക്ഷമിച്ചു നിൽക്കാൻ സാധ്യമല്ല, ഇത് ഞങ്ങൾക്ക് പോരാ. മൂസ അലൈഹിസ്സലാം അവരോട് ചോദിച്ചതായി അള്ളാഹു പറഞ്ഞു. ഖാല, മൂസാ നബി പറഞ്ഞു, അതസ്തബ്ദിലൂന, നിങ്ങൾ പകരം ചോദിക്കുകയാണോ? ബദൽ ആവശ്യപ്പെടുകയാണ്. അതാണ് ഇസ്തബ്ദല എന്ന് പറഞ്ഞാൽ പകരം മാറ്റി ചോദിക്കുക. നിങ്ങൾ മാറ്റിയെടുക്കുകയാണോ, അല്ലെങ്കിൽ മാറ്റി ചോദിക്കുകയാണോ? അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന, ഏതാണ് നിങ്ങൾ പകരം ചോദിക്കുന്നത്? അല്ലദീ ഹുവ അദ്ന, നിലവാരത്തിൽ വളരെ താഴെയുള്ളത്. ബില്ലദീ ഹുവ ഖൈർ, എന്ത് പകരം കൊടുത്തിട്ട്? ഖൈറായത് പകരം കൊടുത്തിട്ട്. നോക്കൂ നിങ്ങൾ, ഈ പ്രയോഗം പൊതുവെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു ഖൈറായ കാര്യം അത് വേണ്ട, എന്നിട്ട് അതിനേക്കാൾ താഴെയുള്ളത് ചോദിച്ച ആരോടും പറയുന്ന ഒരു പ്രയോഗമാണ് തസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അത് കാരണം അത് ബുദ്ധിമോശമാണ് പലപ്പോഴും. പക്ഷേ ആളുകൾക്ക് ഇത് തിരിച്ചറിയുകയില്ല. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ മടുക്കുക എന്നത്, അള്ളാഹുവിൻ്റെ നിഅമത്ത് മടുത്തു പോവുക എന്നത്. റബ്ബ് നിനക്ക് നൽകിയതാണ് നിൻ്റെ ഇണയെ, അള്ളാഹു നൽകിയ റിസ്ക്കാണ്, റബ്ബ് നൽകിയ നിഅമത്താണ്. കുറേ കാലം ജീവിക്കുമ്പോൾ പോരാ എന്ന് തോന്നുക. അള്ളാഹു നൽകിയ നിൻ്റെ റിസ്ക്കിൻ്റെ വഴിയായ നിൻ്റെ കച്ചവടമോ അല്ലെങ്കിൽ നിൻ്റെ ജോലിയോ അത് ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ അൽഹംദുലില്ലാ ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ നിനക്ക് ജീവിക്കാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മടുപ്പ് വരും. പോരാ, ഇത് ശരിയില്ല. നീ ഖൈറായത് ആഗ്രഹിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട എന്നല്ല. പക്ഷെ റബ്ബ് തന്നതിൻ്റെ വില നീ ഒരിക്കലും കുറച്ച് കാണരുത്. ഇത് പല ഉമ്മത്തുകൾക്ക് സംഭവിച്ചതാണ്. സബഅുകാരുടെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹു അതാ അങ്ങനെ ഒരു സൂറത്ത് തന്നെ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സബഅുകാർ എന്താണ് ഖൗമിന് പറ്റിയത്? അള്ളാഹു ആ നാട്ടിനെ കുറിച്ച് പറഞ്ഞു, ബൽദത്തുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ, നല്ല നാട്, പുറത്തു തരുന്ന റബ്ബ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല യമനിലെ സബ എന്ന നാട്ടിൽ നിന്ന് ഷാമിലേക്ക് യാത്ര എളുപ്പമാക്കി കൊടുത്തു. പഴയ കാലത്ത് ഇന്നത്തെ പോലെ ഹോട്ടൽ ബുക്ക് ചെയ്ത് പോകാൻ കഴിയില്ല, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് കണ്ണെത്താവുന്ന ദൂരത്ത് യാത്ര ചെയ്യുന്നതിനിടയിൽ ഓരോ ചെറിയ ചെറിയ നാടുകൾ. വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറ വഖദ്ദർനാ ഫീഹാ സൈർ സീറു ഫീഹാ ലയാലി വഅയ്യാമൻ ആമിനീൻ. ഇങ്ങനെ നാടുകൾ ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്തോളൂ, രാവും പകലും വ്യത്യാസമില്ലാതെ നിർഭയരായി. പക്ഷേ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്താണ് എന്നറിയുങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ബാഇദ് ബൈന അസ്ഫാരിന, അള്ളാഹുവേ ഞങ്ങളുടെ ഈ യാത്ര നീ
വിദൂരമാക്കി തരണമേ, ഈ എളുപ്പമുള്ളത് മാറ്റി തരണേ. നഊദു ബില്ലാ. എന്താണ് സംഭവിച്ചത്? നിഅമത്ത് മടുക്കുകയാണ്. കുറേ കാലം അനുഭവിച്ച് നോക്കുമ്പോൾ അങ്ങനെ വേണ്ട. ചില ആളുകൾ കാണുന്നില്ല, നിങ്ങൾ അള്ളാഹു സുഖകരമായ അനായാസമായ ജീവിതം അവന് നൽകിയിട്ടുണ്ടാവും. പക്ഷെ അവനത് പോരാ, കുറച്ച് പ്രയാസം വേണം. പ്രയാസം വേണമെന്നായിരിക്കില്ല അവൻ പറയുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇത് പോരാ, ഈ കുറച്ചും കൂടി ഒരു സാഹസമുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യം ആയിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നല്ല ആൾക്ക് നടന്നു പോകുന്ന ഒരു കച്ചവടമായിരിക്കും. എന്നാൽ അവനത് പോരാ. അവന് കണ്ട നാട്ടുകാരോടൊക്കെ പൈസ വാങ്ങി അങ്ങനെ വലിയ റിസ്ക് എടുത്ത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോയി ചാടും. അവസാനം വലിയ കുഴിയിലായിരിക്കും ചാടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ലൊരു ജോലി ചിലപ്പോൾ ഒരാവശ്യവുമില്ലാതെ ഉപേക്ഷിച്ച് കളയും. ചെയ്യരുത്. വളരെ ശ്രദ്ധിക്കുക, വളരെ ആലോചിക്കുക. ദുനിയാവിൽ അള്ളാഹു നൽകിയ ഒരു കാര്യമാണെങ്കിലും നീ അത് ഇട്ടുപോകുന്നത് വളരെ ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഏത് കാര്യത്തിലും സംഭവിക്കാവുന്നതാണ്. ഒരു ദീന് പഠിക്കുന്ന ഒരാൾ കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനോട് മടുപ്പ് തോന്നിയേക്കും. താമസിക്കുന്ന വീട്, ഇണകൾ, ജോലി, ഏത് കാര്യത്തിനും അള്ളാഹുവിൻ്റെ നിഅമത്ത് മടുക്കുക എന്ന കാര്യം നമുക്ക് സംഭവിച്ചേക്കാവുന്നതാണ്. ചെയ്യരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഓർക്കുക, അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. ശുക്ർ ചെയ്താലാണ് അള്ളാഹു നിഅമത്ത് വർദ്ധിപ്പിച്ച് നൽകുക. ഈ ഖൗമിനെ മടുത്തു നോക്ക് നിങ്ങൾ. മന്നയും സൽവയും അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് ഈ ഒരൊറ്റ ഭക്ഷണം, ഒരേ തരം ഭക്ഷണം ഇത് ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് ഈ പച്ചക്കറിയൊക്കെ വേണം, ഉള്ളി വേണം, ചീര വേണം, പയർ വേണം, വെള്ളരി വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയുക. നോക്കൂ നിങ്ങൾ, ഇത്ര നിസാരമായ ഏത് നാട്ടിലും പോയാലും കിട്ടുന്ന കാര്യം. മൂസാ നബി അവരോട് തിരിച്ചു ചോദിച്ച ചോദ്യം നോക്കൂ. ഈ നല്ലത് കൊടുത്ത് നിങ്ങൾ അതിനേക്കാൾ താഴെയുള്ളത് പകരം ചോദിക്കുകയാണോ? ഇഹ്ബിതു മിസ്റൻ. എന്താണ് അവിടെ മിസ്റൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈജിപ്ത് അല്ല, മറിച്ച് ഏത് നാടും എന്നാണ്. കാരണം നുസർ എന്നത് മുൻസരിഫായി പറഞ്ഞാൽ ഏത് നാട്ടിനും അത് പറയാം. അതേസമയം മുൻസരിഫ് അല്ലാതെ, അഥവാ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയും, ഇപ്പോൾ മിൻ, ഫി ഇതൊക്കെ ചേർത്താൽ മിസ്ർ, ഈജിപ്ത് എന്ന രാജ്യമാണ് ഉദ്ദേശമെങ്കിൽ മിസ്ര എന്നേ പറയുള്ളൂ. മിസ്റിൻ എന്ന് അതിന് തൻവീൻ കൊടുത്ത് പറയുകയില്ല, മിസ്ര എന്നേ പറയൂ, മാറ്റൂല. അതേസമയം തൻവീൻ നൽകേണ്ട സന്ദർഭത്തിൽ അത് നൽകി പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ഏത് നാട്ടിനും മിസ്ർ എന്ന് പറയും. അഥവാ നാട് എന്ന അർത്ഥത്തിൽ മിസ്ർ ഉപയോഗിക്കും. ഈജിപ്ത് എന്ന അർത്ഥത്തിൽ മിസ്ർ ഉപയോഗിക്കുന്നത് പോലെ ഒരു നാട് എന്ന അർത്ഥത്തിൽ മിസ്ർ ഉപയോഗിക്കും. അത് തിരിച്ചറിയാനുള്ള വഴിയാണ്. ഇവിടെ നോക്കൂ, ഇഹ്ബിതു മിസ്റൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഏത് നാട്ടിൽ വേണമെങ്കിൽ ഇറങ്ങിക്കോളൂ. അതേസമയം നിങ്ങൾ നോക്കൂ, സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം കുടുംബത്തോട് പറഞ്ഞത് കാണാം, ഉദ്ഖുലു മിസ്റൻ എന്ന് പറയില്ല, മിസ്റ. അവിടെ എന്താണ് ഉദ്ദേശം? ഈജിപ്തിലേക്ക് കയറൂ എന്നാണ്. ഇവിടെ ഉദ്ദേശം ഏത് നാട്ടിൽ പോയി ഇറങ്ങിക്കോളൂ നിങ്ങൾ. ഫഇന്ന ലക്കും മാ സഅൽതും. നിങ്ങൾക്ക് ഈ ചോദിക്കുന്നത് അവിടെയൊക്കെ കിട്ടും, എവിടെ പോയാലും കിട്ടുന്നതാണ് ഇതൊക്കെ. അങ്ങനെ ഇത്ര നന്ദി കെട്ട ചോദ്യം അവർ ചോദിച്ചു. അള്ളാഹു അവരെ കുറിച്ച് പറയുകയാണ്, വദുരിബത് അലൈഹിമുൽ ദില്ലതു വൽ മസ്കനതു വബാഉ ബിഗദബിൻ മിനല്ലാഹ്. ദുരിബത് അലൈഹിം, അവർക്ക് മേൽ വിധിക്കപ്പെട്ടു. അദ്ദില്ലതു വൽ മസ്കന, ദില്ലത്ത് എന്നാൽ നിന്യത, വൽ മസ്കന എന്ന് പറഞ്ഞാൽ പതിത്വം എന്ന് പറയും മലയാളത്തിൽ, അഥവാ ഒരു താഴ്ന്ന നിലവാരം. വബാഉ, അവർ കൊണ്ടുപോയി, ബിഗദബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപവുമായി അവർ മടങ്ങി. ബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ എന്ന അർത്ഥത്തിൽ ബ ഉപയോഗിക്കും. ബാഉ ബിഗദബിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപവുമായി അവർ തിരിച്ചുപോയി. യഹൂദികൾ ഏത് കാലത്തും അള്ളാഹു അവർക്ക് മേൽ ഈ ദില്ലത്തും മസ്കനത്തും വിധിച്ചിട്ടുണ്ട്. ഈ നിന്ദതയും പതിത്വവും വിധിക്കപ്പെട്ടവരാണവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, അവരുടെ ചരിത്രം എടുത്താൽ ഏത് കാലത്തും അടിച്ചമർത്തപ്പെട്ട് ജനങ്ങളാൽ നിന്ദ്യരാക്കപ്പെട്ട് കഴിഞ്ഞ ചരിത്രം അവർക്ക് കാണാം. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് പോലും അവർ ന്യായം പറയാറുള്ളത് എന്താണ്? പ്രധാനപ്പെട്ട ന്യായം, ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, ഞങ്ങളെ ചേംബറിലിട്ടിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് കാലത്തും അവർക്ക് ഉള്ളതാണ്. അവരുടെ ചരിത്രം എന്തെങ്കിലും ഒരു ഉയർച്ച കാണുന്നുണ്ടെങ്കിൽ അത് വളരെ താൽക്കാലികം മാത്രമായിരിക്കും. ഈ കണ്ട നാടവരുണ്ടാക്കിയത് തന്നെ നോക്കൂ, ഈ അടുത്ത കാലത്താണ്. ചരിത്രത്തിൽ അത് ഒരു വലിയ കാലയളവല്ല. വീണ്ടും ആ നിന്ദതയിലേക്ക് ആ കൗമ് തിരിച്ചു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പുറമേക്ക് കാണുന്നത് മാത്രമാണ് അവരുടെ അന്തസ്സെന്ന് പറയുന്നത്, ഉള്ളിൽ അതില്ല. അതോടൊപ്പം
പുറമേക്കും ഉള്ളിലും നിന്ദതയിലേക്ക് വീണ്ടും വീണ്ടും അവർ തിരിച്ചു മടക്കപ്പെടും. ഖൗമിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അള്ളാഹു അവരോട് അതിക്രമം ചെയ്തിട്ടില്ല, അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. എന്താണ് അവരുടെ മുൻഗാമികൾ ചെയ്ത പ്രവർത്തനം? അള്ളാഹു പറഞ്ഞു ذَلِكَ بِأَنَّهُمْ كَانُوا, കാരണം അവരായിരുന്നു യക്ഫുറൂന ബിആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചു തള്ളിയിരുന്നു. റബ്ബിൻ്റെ ആയത്തുകൾ നിഷേധിക്കുക നിന്ദതക്ക് കാരണമാകും എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞങ്ങൾ നിന്ദ്യരായിരുന്നൊരു ജനതയായിരുന്നു. അള്ളാഹു ഇസ്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകി. ഇസ്ലാം അല്ലാത്തതിൽ നമ്മൾ പ്രതാപം അന്വേഷിച്ചു പോയാൽ, ഇസ്സത്ത് അന്വേഷിച്ച അള്ളാഹു നമ്മെ വീണ്ടും നിന്ദ്യരാക്കും. ഇസ്ലാം പാലിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്സത്ത്, പ്രതാപം നിലനിൽക്കൂ, അത് തിരിച്ചു വരൂ. മറ്റുള്ളതിൽ നീ ഉയർച്ച അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി അള്ളാഹു നിന്നെ ഉയർത്തും. വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, അവർ നബിമാരെ കൊന്നു കളഞ്ഞിരുന്നു. ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ. യാതൊരു ന്യായവുമില്ലാതെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതെങ്കിലും നബിയെ കൊല്ലുന്നതിൽ ഏതെങ്കിലും കാലത്ത് ന്യായം ഉണ്ടാകും എന്നാണോ? അല്ല, മറിച്ച് അതിൻ്റെ സിഫത്തുൻ ലാസിമ എന്ന് പറയും. കാരണം നബിമാരെ കൊലപ്പെടുത്തിയ ഏത് കാലത്തും അത് അന്യായം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ നബിമാരെ കൊല്ലുക എന്നത് തിന്മകളിൽ ഏറ്റവും കടുത്ത തിന്മകളിൽ ഒന്നാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കടുത്ത ശിക്ഷയുണ്ടാവുക റജുലുൻ ഖതലഹു നബിയ്യുൻ ഔ ഖതല നബിയ്യ, ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു നബിയെ കൊന്നവൻ. രണ്ടാമത്തെ ഇമാമു ദലാല, വഴികേടിൻ്റെ നേതാവ്. സുബ്ഹാനല്ലാഹ്, ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുപോകുന്ന നേതാക്കന്മാർ, അവർക്ക് അന്ത്യനാളിൽ ഏറ്റവും കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമ്മത്തു ദലാല, കാരണം അവരെ കൊണ്ടുള്ള ഉപദ്രവം ചില്ലറയല്ല. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, വിവരമില്ലാത്തവർ, അവരെ പിൻപറ്റിയിട്ടാണ് പിഴച്ചു പോകുന്നത്. ഇമാമു ദലാല വ മുമസ്സിലുൻ മിനൽ മുമസ്സിലീൻ, മൂന്നാമനാരാണ്? ഒരു മുമസ്സിലാണ്. മുമസ്സിലിന് രണ്ട് അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് തംസീൽ നടത്തുക, അഥവാ ചിത്രവധം നടത്തുക, ആളുകളെ കൊന്നതിന് ശേഷം അവരുടെ ശരീരം വികൃതമാക്കുക, അതിന് തംസീൽ എന്ന് പറയും. അതുപോലെ മറ്റൊന്ന് രൂപമുണ്ടാക്കുക, ജീവനുള്ളവയുടെ രൂപം ഉണ്ടാക്കുക എന്നത് പരലോകത്ത് കടുത്ത ശിക്ഷ പറയപ്പെട്ട കാര്യമാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം എന്നും വിശദീകരണം പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി റജുലുൻ ഖതലഹു നബി ഔ ഖതല നബിയ്യ, ഒരു നബി കൊന്നവൻ അല്ലെങ്കിൽ ഒരു നബിയെ കൊന്നവൻ. നബിമാരെ കൊന്നവർ അതിൽ മുമ്പിലുള്ളവരാണ് ഇസ്രായേലർ. ഒരുപാട് നബിമാരെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. യഹ്യാ നബിയെ, സക്കരിയ നബിയെ ഒക്കെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഈർന്ന് കൊന്നുകളഞ്ഞു എന്നാണ്. ഒരുപാട് നബിമാരെ അതുപോലെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടയാൾ, നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടയാൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾ ഇസ്ലാമികമായി ഒരു ഇസ്ലാമിക ശരീഅത്തിലെ ഹദ് നടപ്പിലാക്കി കൊല്ലപ്പെട്ടാൽ ഇതിൽ ഉൾപ്പെടുകയില്ല. ഒരു മുസ്ലിം വിവാഹിതനായി വ്യഭിചരിച്ചു എന്ന് സങ്കല്പിക്കുക, സല്ലല്ലാഹു ആഫിയ, അയാൾക്ക് ഒരു നബി ശിക്ഷ നടപ്പിലാക്കി എന്ന് സങ്കല്പിക്കുക, അയാളെ കൊലപ്പെടുത്തി, ആ പറഞ്ഞ ആൾ ഇതിൽ ഉൾപ്പെടുകയില്ല. പക്ഷെ അതല്ലാതെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടാൽ അവൻ പരലോകത്ത് കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാകും എന്നാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരാളുണ്ട് എന്നാണ്. ഒറ്റൊരാൾ മാത്രമേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ടതായി ചരിത്രത്തിൽ വന്നിട്ടുള്ളൂ. നബിയുടെ ഈ യുദ്ധങ്ങളിലെല്ലാം വെച്ച് ഒരേ ഒരാൾ, അത് ഉബൈ ഇബ്നു ഖലഫ് ആയിരുന്നു. ഉബൈ ഇബ്നു ഖലഫ് അൽ ജുമഹി എന്നവനായിരുന്നു. എന്താണ് ഉബൈയിൻ്റെ കഥ? ഉബൈ ഇബ്നു ഖലഫ് മക്കയിൽ വെച്ച് പണ്ടേ പറയാറുണ്ടായിരുന്നു, ഒരു കുതിരയെ ഇങ്ങനെ നന്നായി ഭക്ഷണം കൊടുത്ത് വളർത്തും. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമെന്നാണ്, ഞാൻ ഈ കുതിരയെ വളർത്തുന്നത് എന്തിനാണെന്ന് അറിയുമോ, ഇതിൻ്റെ പുറത്തേറി ഞാൻ എൻ്റെ കൈ കൊണ്ട് നിന്നെ കൊല്ലും എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. നഅൂദു ബില്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു എന്നാണ്, അല്ല, ഞാനാണ് നിന്നെ കൊല്ലുക എന്ന്. ഉബൈ ഇബ്നു ഖലഫ്. പിന്നീട് ഉഹുദിൽ ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുന്തമെടുത്ത് ഉബൈൻ്റെ കഴുത്തിലൊന്ന് കുത്തി. ഉബൈൻ്റെ കഴുത്തിൽ കുത്തി. ചെറിയ പരിക്ക് മാത്രമേ കാണുന്ന ആളുകൾക്കുള്ളൂ, ഒരു ചെറിയ മുറിവ് പോലെ.
ചെറിയ ഒരു മുറിവ് മാത്രമേ കാണുന്ന ആൾക്കുള്ളൂ. പക്ഷേ ഇതിന് ശേഷം ഉബൈ മുക്കറിടുന്നത് പോലെ അലറി നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഇത് ചെറിയൊരു ഒരു പോറൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉബൈ പറഞ്ഞു അല്ല, മുഹമ്മദ് എന്നെ കൊല്ലും, മുഹമ്മദ് എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് എൻ്റെ ശരീരത്തിൽ തുപ്പിയാൽ പോലും ഞാൻ കൊല്ലപ്പെടും. അങ്ങനെ പറഞ്ഞ് അവൻ തിരിച്ചു പോകവേ ഈ മുക്രയിട്ട് നിലവിളിച്ച് അങ്ങനെ മരിച്ചു എന്നാണ്. അതുകൊണ്ട് ഉബൈ ഇബ്നു ഖലഫ് ആണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരേ ഒരു മുശ്രിക്. അയാളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ വന്ന് ഒരു നുരുമ്പിയ എല്ല് കയ്യിലുണ്ടായിരുന്നു. അതിങ്ങനെ പൊടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഊതി അവൻ ചോദിച്ചു, ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം, മൻ യുഹീൽ ഇളാമ വഹിയ റമീം, ഈ എല്ല് നുരുമ്പിപ്പോയതിനു ശേഷം ഇതിനെ ആരാണ് ജീവിപ്പിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ ആദ്യം പടച്ചവനാരോ അവൻ തന്നെ, എന്നിട്ട് അവൻ നിന്നെ നരകത്തിൽ ഒരുമിച്ച് ചേർക്കും. ഇവനാണ് ഉബൈ ഇബ്ൻ ഖലഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ ഉൾപ്പെടുന്നവനാണ് അവൻ, യാതൊരു സംശയവുമില്ല. ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ. യഹൂദികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവർ നബിമാരെ കൊലപ്പെടുത്തുന്നവരായിരുന്നു. അതുപോലെ ദാലിക ബിമാ അസൗ, അവർ ധിക്കാരം പ്രവർത്തിച്ചതുകൊണ്ട്, വകാനൂ യഅ്തദൂൻ, അവർ അതിരുവിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അള്ളാഹു ആയത്തുകൾ നിഷേധിച്ചു, അവൻ്റെ നബിമാരെ കൊന്നുകളഞ്ഞു, തിന്മകൾ ചെയ്തു, അതിക്രമങ്ങൾ പ്രവർത്തിച്ചു. ഇതുകൊണ്ട് അവർക്ക് നിന്ദതയും അവർക്ക് ആളുകൾ അടിച്ചമർത്തുന്ന സ്ഥിതിയും അള്ളാഹുവിൻ്റെ കോപവുമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തുകൾ എല്ലാം, ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ ബഹുഭൂരിഭാഗവും യഹൂദികളുടെ ഇസ്രായേലരുടെ അതിക്രമങ്ങൾ, അവർ ചെയ്ത തിന്മകൾ ആണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകളും മോശമായ കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇങ്ങനെയൊക്കെ ആയിട്ടും ആ സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് തടയുകയില്ല. മറിച്ച് അവൻ ഈമാൻ സ്വീകരിച്ചാൽ, അള്ളാഹുവിലും അവൻ്റെ ദീനിലും പരലോകത്തിലും വിശ്വസിച്ചാൽ അവൻ സ്വർഗത്തിനാണ്. നമ്മൾ അടുത്ത ആയത്തിൻ്റെ തഫ്സീർ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ അതാണ് അടുത്ത ആയത്തിലെ സൂചന. അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യഹൂദിയോ നസറാനിയോ സാബിയോ, അത് മറ്റൊരു പഴയ ദീനിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു ദീനിൽ നിന്ന് പുറത്തു കടന്ന് പോയ ആളുകളെ കുറിച്ച് പറയുന്ന പേരാണ് സാബ്യ. ഇവരാരാകട്ടെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചു സാലിഹായ അമൽ പ്രവർത്തിച്ചു, അവർക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹുവിൽ പ്രതിഫലമുണ്ട്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ആ സമുദായത്തിൽ പറഞ്ഞു എന്നതുകൊണ്ട് ഒരുവന് ഈമാനും സാലിഹായ അമലും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും എന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പ്രത്യേകം പറഞ്ഞത് എന്താണ്? ഈ ആയത്ത് വെച്ച് സർവമത സത്യവാദം വാദിക്കുന്ന ആളുകൾ പറയും, കണ്ടോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, യഹൂദിയോ നസറാനിയോ ഏത് മതക്കാരനാകട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കുക, നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, അവൻ സ്വർഗത്തിലാണ്. അതല്ല, മറിച്ച് ഇതുവരെ പറഞ്ഞത് എന്താണ്? യഹൂദികളുടെ ഇത്തരം ദുശ്ചെയ്തികളാണ്. പക്ഷെ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത കൗമിലെ ആരിച്ചു യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചു സാലിഹായ അമൽ ചെയ്തു, അവൻ രക്ഷപ്പെടും. ആ വിശ്വാസം ശരിയാകണോ? അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാതെ ഒരാളുടെ ഈമാൻ ഒരിക്കലും ശരിയാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാതെ, നബി നിയോഗിക്കപ്പെട്ടതിന് ശേഷം നബിയിൽ വിശ്വസിക്കാതെ ഒരാളും രക്ഷപ്പെടുകയില്ല. നബി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പാണോ അവനവനിലേക്ക് വന്ന നബിയിൽ വിശ്വസിക്കുക, അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുക, സൽപ്രവർത്തനങ്ങൾ ചെയ്യുക, രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈ ആയത്തിൽ ആരെ പറയാനത്? മുശ്രിക്കുകളെ പറഞ്ഞിട്ടില്ല. ആയത്ത് നോക്കൂ നിങ്ങൾ, 62-ാമത്തെ ആയത്തിൽ മുശ്രിക്കുകളില്ല, വല്ലദീന അശ്റകൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഈ പറഞ്ഞവരൊക്കെ പഴയകാല നബിമാരിൽ വിശ്വസിച്ചവരാണ്. യഹൂദികൾ, നസ്രാനികൾ, സാബികൾ, അവരെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ നബിയിൽ വിശ്വസിച്ചു, ഈമാനുണ്ട്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട്, സാലിഹായ അമൽ ചെയ്തു, അവർ രക്ഷപ്പെടുമെന്ന്. അതേക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി അടുത്ത ദർസിൽ പറയാം. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.